ഉത്സവം കഴിഞ്ഞാലും ഉത്സവപറമ്പിന്ന് പോകാൻ ഇഷ്ടമില്ലാതെ ഞങ്ങളെ പോലെയുള്ള കൂട്ടുകാരുണ്ടോ? പറയുമ്പോൾ സമയം പാതിരാത്രിയായി, പക്ഷെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാം കഴിഞ്ഞിട്ടും ആന പഴം തിന്നണതൊക്കെ നോക്കി നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്ത ഉത്സവം ഇനി അടുത്ത കൊല്ലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി വീണ്ടും പോയി ഐസ്ക്രീം കഴിക്കുക, കൂട്ടുകാരെ സഹായിക്കാൻ എന്ന പേരിൽ അവിടെ മാക്സിമം തമ്പടിച്ച് നിന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കുക. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, അത് വിചാരിച്ച് എപ്പോഴും കളിഞ്ചേരി മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സഹായം എന്ന് പറയണത് 100% മാത്രമാണ് കേട്ടോ. ബാക്കി 99% വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരും കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കുട്ടികളും അവരെ സഹായിക്കാൻ കൂടാറുണ്ട് കേട്ടോ. ഉത്സവം വ്ലോഗ് അവസാനിക്കുന്നതിന് മുൻപുള്ള പഞ്ചവാദ്യവും മേളവും പിന്നെ ഞങ്ങളുടെ ആഘോഷം ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാലോ. റീൽസും വ്ളോഗ്സും ഒക്കെ കാണാത്തവരുണ്ട് വെച്ചാൽ കാണണം കേട്ടോ, എന്നാൽ ഈ കഥയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഉത്സവം കഴിഞ്ഞു. അടുത്ത വർഷത്തേക്ക് ആയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുക.